തീർച്ചയായിട്ടും കേരള ബാങ്കിൻ്റെ തീരുമാനത്തെ അഭിനന്ദിക്കുകയാണ്. ഉത്തരവാദിത്വമുള്ള ഒരു ബാങ്കിങ് സ്ഥാപനം എന്ന നിലയിൽ, ഒരു സഹകരണ സ്ഥാപനം എന്ന നിലയിൽ കേരള ബാങ്ക് എടുത്തിരിക്കുന്ന ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഈ പ്രഖ്യാപനം ചെറുതല്ലാത്ത ഒരു ആശ്വാസം നൽകുന്നു എന്ന് മാത്രമല്ല, മറ്റു ബാങ്കുകൾക്ക് കൂടി മാതൃകാപരമായ തീരുമാനം എന്നാണ് ഞാനതിനെ വിശേഷിപ്പിക്കുന്നത്. തുടക്കത്തിൽ 55 ലക്ഷത്തോളം രൂപയുടെ ലോണാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഘട്ടം ഘട്ടമായി പേഴ്സണൽ ലോണുകൾ അടക്കം കേരള ബാങ്ക് എഴുതിത്തള്ളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ എനിക്ക് തോന്നുന്നു 50 ലക്ഷം രൂപ കേരള ബാങ്ക് CMDRFൻ്റെ ഫണ്ടിലേക്കും കൊടുത്തിട്ടുണ്ട്. കേരള ബാങ്കിലെ ജീവനക്കാരുടെ 5 ദിവസത്തെ ശമ്പളവും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ വളരെ മാതൃകാപരമായ ഒരു ബാങ്കിങ് സ്ഥാപനം എന്ന നിലയിൽ കേരള ബാങ്ക് എടുത്തിരിക്കുന്ന ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഈ സമീപനത്തെ പൂർണ്ണമായിട്ടും അഭിനന്ദിക്കുകയാണ്. അത്തരം നടപടികൾ മറ്റു ബാങ്കുകൾക്ക് അനുകരണീയവുമാണ്. ഇനി ചൂരൽമലയിലേക്ക് വന്നാൽ അവിടെ സാധാരണ രീതിയിലുള്ള ബാങ്കിങ്ങിൻ്റെ കാര്യം മാത്രം നമ്മളെടുത്താൽ പ്രൈവറ്റ് ബാങ്കിങ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രൈവറ്റ് ബാങ്കിങ് അവിടെയുണ്ട്. പ്രൈവറ്റ് ഫിനാൻസിംഗ് ആണ് അവിടെ കൂടുതലുമുള്ളത്. പ്രത്യേകിച്ച് അവിടെ ഈ ജീപ്പുകളടക്കം നമ്മൾ സംസാരിച്ച് മിക്കവാറും ചെറുപ്പക്കാരുടെയൊക്കെ ജീപ്പുകൾ പ്രൈവറ്റ് ഫിനാൻസിലൂടെ ഓടുന്നതാണ്. അതേപോലെ ചില കടകൾക്ക് വേണ്ടിയിട്ട് പ്രൈവറ്റ് ഫിനാൻസിങ് എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോണുള്ളത് ഗ്രാമീൺ ബാങ്കിലാണ്. ഗ്രാമീൺ ബാങ്കിൽ 6 കോടിയിലധികം രൂപയുടെ ലോൺ ചൂരൽമലയിൽ മാത്രമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 6 ആണോ 16 എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. മറ്റൊരു ബാങ്കുള്ളത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. അപ്പം ഈ 3 ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അധികം പ്രൈവറ്റ് ബാങ്കുകൾ അവിടെയില്ല, പ്രൈവറ്റ് ഫിനാൻസിങ് കമ്പനികളാണുള്ളത്. ആ പ്രൈവറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത് അപാരമായ പലിശയാണ്. അപ്പോൾ ഇവരെയാണ് യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടുപകരണം വാങ്ങാൻ വേണ്ടി ഇവരുടെ കയ്യിൽ നിന്ന് പണം കടമെടുക്കുമ്പോൾ, സ്വന്തം മകളുടെ കല്യാണത്തിന് വേണ്ടി നടപ്പിലാക്കാൻ വേണ്ടി പണം എടുക്കുമ്പോൾ, 5 സെൻറ്റിൽ ഒരു വീട് വാങ്ങാനുള്ള അല്ലെങ്കിൽ വീട് വയ്ക്കാനുള്ളതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം കടമെടുക്കുമ്പോൾ അതിൻ്റെ EMI അടയ്ക്കാൻ ഇവർ നിർബന്ധിതരാകുന്നു. അവിടെ മൊറട്ടോറിയം ഒന്നും ഇവർക്ക് ബാധകമല്ല. ഒരുപക്ഷെ മനുഷ്യത്വത്തിൻ്റെ പുറത്ത് 1-2 മാസം ഇവർ താമസിപ്പിക്കും. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും വേണ്ടി വന്നാൽ ഓപ്പറേഷൻ കുബേര അടക്കമുള്ള കാര്യങ്ങൾ അവിടെ സർക്കാർ നിർബന്ധിതമാവുന്നു. അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുകയും വേണം. രണ്ടാമത്തത് ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഒരു മൊറട്ടോറിയം, പലിശരഹിത മൊറട്ടോറിയം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാര്യം ഇവരുടെ ആശങ്ക അടുത്ത മാസത്തെ പെൻഷൻ എങ്ങനെ, ഈ പ്രീമിയം എങ്ങനെ അടയ്ക്കും, EMI എങ്ങനെ അടയ്ക്കും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത് അവരുടെ സിവിൽ സ്കോറിനെ ബാധിക്കും. ഭാവിയിൽ മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുക്കാൻ നിൽക്കുന്ന മനുഷ്യരാണ്. ഇപ്പോൾ ലോൺ മുടങ്ങിയാൽ മകളുടെ വിദ്യാഭ്യാസത്തിന് ലോൺ കിട്ടുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. ഭാവിയിൽ വിവാഹം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുമ്പോൾ ലോൺ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. കൃഷിക്ക് വേണ്ടി ലോൺ എടുക്കാൻ കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സിവിൽ സ്കോർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പലിശരഹിത മൊറട്ടോറിയം ഉടൻ തന്നെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അടിയന്തരമായ ബാങ്കുകൾ ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ നമ്മളോട് സംസാരിച്ച KS പ്രദീപ് പറഞ്ഞത് അങ്ങനെ പലിശരഹിത മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ വേണ്ടി അതാത് ബാങ്കുകളുടെ ബോർഡുകൾ ശ്രമിക്കണം. അങ്ങനെ അനുഭാവപൂർണ്ണമായ ഒരു നിലപാട് ബാങ്കുകളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് പ്രദീപ് പറഞ്ഞത്. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്, ആശാവഹവുമാണ്. അതുകൊണ്ട് ബാങ്കിങ്ങിൻ്റെ കാര്യത്തിലും ലോണിൻ്റെ കാര്യത്തിലും കേരള ബാങ്ക് എടുത്തിരിക്കുന്ന നിലപാട് മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും അനുകരണീയമാണ്. തീർച്ചയായും അവ അതേ പാതയിലൂടെ സഞ്ചരിക്കുമെന്ന് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയിപ്പോൾ ഈ താൽക്കാലിക പുനരധിവാസം നടക്കുന്നത് 4 ഘട്ടമായിട്ടാണല്ലോ പറഞ്ഞത്. അതിൽ ആദ്യഘട്ടം എന്ന് പറയുന്നത് ബന്ധുവീടുകളിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ, രണ്ടാമത്തത് വാടക വീട്ടിലേക്ക് മാറുന്നവരുണ്ടെങ്കിൽ, മൂന്നാമത്തത് നമ്മളടക്കം കൊടുത്ത ഈ 42 പേരുടെ സ്പോൺസർ വീടുകളിലേക്ക് മാറുന്നവരുണ്ടെങ്കിൽ, നാലാമത്തതാണ് ഈ ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാറുന്നവർ. ഇത് വളരെ വേഗം സാധ്യമാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രാരംഭഘട്ടം എന്ന നിലയിലാണ് നമ്മൾ തന്നെ നിർദ്ദേശിച്ചിരുന്നു, ഓരോ ക്യാമ്പിലും അടിസ്ഥാനമായി സർവേ നടത്തണം. ആ സർവേ നടത്തുമ്പോൾ അവരുടെ എന്താണ് ഭൗതിക സാഹചര്യം എന്നുള്ളത് മനസ്സിലാക്കണം സർക്കാരിന്. അതൊരു കൃത്യമായ ഡാറ്റ ആയിരിക്കണം. ഇപ്പോൾ 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ അവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു, അവരുടെ പ്രായമായവർ എത്ര പേരുണ്ട്, അവിടെ അവരുടെ ഉപജീവനത്തിൻ്റെ സാധ്യതകൾ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഡാറ്റ സർക്കാർ രൂപീകരിക്കണം. അതൊക്കെ 1-2 ദിവസം കൊണ്ട് സാധ്യമാവും. കാരണം അവിടുത്തെ വോളണ്ടിയർമാരാണ് അതൊക്കെ ചെയ്യുന്നത്. ഈ ക്വസ്റ്റനെയർ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, സർവേ ഏകദേശം അവസാനിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഡാറ്റ കമ്പൈൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഒരു മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഈ 10,000 പേരുടെ ഡാറ്റ എടുത്താൽ മതി. സാമ്പിളൊക്കെ ചെറുതുമാണ്. അപ്പോൾ അത് സാധ്യമായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരെ വളരെ പെട്ടെന്ന് ക്യാമ്പുകളിൽ നിന്ന് അവർക്ക് കൺവീനിയൻ്റായ സ്പേസുകളിൽ ജോലിയുടെ സാധ്യത തൊഴിലുമായിട്ട് മുൻനിർത്തിക്കൊണ്ട് അവരെ പെട്ടെന്ന് മാറ്റുക, തൊഴിലിനോട് അടുത്ത പ്രദേശങ്ങളിലേക്ക് അവരെ പുനരധിവസിപ്പിക്കുക എന്നതിലേക്കാണ് സർക്കാർ പോകേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അതുകൊണ്ട് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാകുന്നത് ഉപജീവനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഉപജീവനത്തിൻ്റെ മാർഗം പലപ്പോഴും തടസ്സപ്പെട്ടു പോകുന്നു. നമ്മളോട് ഇന്ന് സംസാരിച്ച ഷൈജൽ, അയാളുടെ ഉപജീവന മാർഗം ഒരു ജീപ്പായിരുന്നു. ഇന്നലെ സംസാരിച്ച നിയാസ്, അയാളും ജീപ്പ് ഓടിക്കുന്ന ആളാണ്. ഇന്ന് സംസാരിച്ച മറ്റൊരു സുഹൃത്ത്, അയാൾ അവിടുത്തെ നാസറോ മറ്റോ, അയാൾ അവിടുത്തെ സലൂൺ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. 4000 രൂപ വാടകയ്ക്ക് ഒരു ബാർബർ മുറി എടുത്ത്, ഒരു ഷോപ്പ് എടുത്ത് നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. വിഷ്ണു പോർട്രേറ്റ് വരച്ച് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല, ചൂരൽമല പോലൊരു പ്രദേശത്ത് ആളുകളുടെ മുഖചിത്രം വരച്ച് ജീവിച്ച മനുഷ്യരുണ്ടായിരുന്നു അവിടെ. അവർക്ക് ഇപ്പോൾ സഹായം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരുന്ന സഹായങ്ങളാണ്. പക്ഷേ 600-ഓളം കുടുംബങ്ങളുടെ ഉപജീവന മാർഗ്ഗത്തിൽ കുറേയൊക്കെ ഹാരിസൺസ് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണ്. ആ തൊഴിൽ അവർക്ക് ലഭിക്കും, അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കന്നുകാലികളാണ്. കാലി വളർത്തലുമായി ബന്ധപ്പെട്ട് 10-12 കാലികൾ ഉണ്ടായിരുന്നിടത്ത് 2-3 കാലികൾ അവശേഷിക്കുന്നു. ബാക്കി കാലികളെ അവർക്ക് കിട്ടണം. അതിൽ പലതും ലോൺ എടുത്താണ് വാങ്ങിയിരിക്കുന്നത്. 37,500 രൂപ വീതം സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. കന്നുകാലികൾക്കുള്ള ഇതെല്ലാം ഇനി വൈകാൻ പാടില്ല. കാര്യം ഇനി നൂലാമാലകളിൽ കുടുങ്ങുകയേ അരുത്. വളരെ വേഗമാകണം. എല്ലാ നീക്കങ്ങളും എണ്ണയിട്ടതുപോലെ മണിക്കൂറുകൾ മിനിറ്റുകൾ പോലും അവർക്ക് ദുസ്സഹമായി തീരുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. 300, 600, വേണ്ടി വന്നാൽ 300 കൂടെ കൂട്ടി 900 അസുഖബാധിതരുണ്ടെങ്കിൽ 10,000 രൂപ അടിയന്തര സഹായം. ഇതിനോടൊപ്പമാണ് ഈ ഉപജീവനത്തിനുള്ള മാർഗ്ഗവും അതിനുള്ള വഴിയും എന്താണ് എന്നത് കൃത്യമായി ബോധ്യപ്പെടുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്തെന്നാൽ, ചൂരൽമല എന്ന് പറയുന്നൊരു ഗ്രാമവും മുണ്ടക്കൈ എന്ന് പറയുന്നൊരു ഗ്രാമവും അതിൻ്റെ 4-1 അവശേഷിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗ്ഗം ഇനി ആ ഗ്രാമത്തിൻ്റെ അങ്ങാടിയെ ആശ്രയിച്ച് കഴിയില്ല. അവിടെ സലൂണുകളിലേക്ക് ഇനി മുടിവെട്ടാൻ വരുന്ന മനുഷ്യർക്ക് അത്ര എണ്ണമില്ല. അവിടുത്തെ കടകളിലേക്ക് ചായ കുടിക്കാൻ വരുന്നവർ അത്ര എണ്ണമില്ല. അപ്പോൾ അങ്ങനെ സേവനം നൽകി ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണം? മേപ്പാടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. മേപ്പാടിയിലേക്ക് എത്തുമ്പോൾ അവിടെ വാടക കൂടുതലായിരിക്കും. അപ്പോൾ ചൂരൽമലയിലെ വാടകയല്ല, മേപ്പാടിയിലേക്ക് എത്തുമ്പോൾ ആ വാടക അവർക്ക് അടയ്ക്കാൻ നിർബന്ധിതരാകും. അവിടെ പുതിയ കൺസ്യൂമേഴ്സിനെ അവർ പിടിക്കണം. നമുക്ക് ഉപജീവനത്തിനൊരു വഴിയല്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഉപഭോക്താക്കളെ പുതുതായി സൃഷ്ടിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു പുതിയ ആവാസ വ്യവസ്ഥയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് സമയം വൈകാതെ തന്നെ അടുത്ത നടപടികളിലേക്ക് കടക്കുക എന്നതാണ് സർക്കാർ ചെയ്യേണ്ടത്. ഇതുവരെയും സർക്കാർ സ്വീകരിച്ചു വരുന്ന പുനരധിവാസത്തിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും ശരിയാണ്. പക്ഷേ ഇനി അത് കുറച്ചുകൂടി വേഗത്തിലാക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നേരത്തെ ആൻറ്റോഗസൻ സൂചിപ്പിച്ച കാര്യം, എന്നെ ഒരാൾ വിളിച്ചു, ഇതേ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ ഈ വയനാട് ദുരന്തം എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയരുത്. നിങ്ങളത് പറ്റുമെങ്കിൽ മേപ്പാടി എന്നോ അതല്ലെങ്കിൽ ചൂരൽമല എന്നോ നിങ്ങൾ മുണ്ടക്കൈ എന്നോ പറയണം. കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആളുകൾ ആരും ഇങ്ങോട്ട് വരില്ല. വന്നില്ലെങ്കിൽ ഞങ്ങളുടെ കച്ചവടം നടക്കില്ല. ഞങ്ങളുടെ ടൂറിസം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഉപജീവനം അതിനെ ആശ്രയിച്ചാണ്. പറഞ്ഞ കണക്കുകൾ എക്സാക്ട്ലി കറക്റ്റാണ്. 80% ലോൺ എടുത്ത് ഒരു ഹോം സ്റ്റേ നടത്തുന്ന, ഒരു ഹോട്ടൽ നടത്തുന്നയാൾ പറയുന്നു, ഈ മാസം ഞങ്ങൾക്ക് അടയ്ക്കാൻ കഴിയുന്നില്ല. ഇ എം ഐ അടയ്ക്കാൻ കഴിയാതെ വന്നാൽ സ്വാഭാവികമായും നഷ്ടത്തിലാവും എന്ന് മാത്രമല്ല അവരുടെ സിവിൽ സ്കോറിനെ ബാധിക്കും. അടുത്ത വ്യവസായ സ്ഥാപനം തുടങ്ങാൻ കഴിയില്ല. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ്. തീർച്ചയായും സർക്കാർ ഇടപെടണം. ഈ ടൂറിസം മേഖല വയനാട്ടിൽ തളർന്നു പോകാതിരിക്കാനുള്ള വഴികൾ കൂടി സർക്കാർ കണ്ടെത്തണം. വളരെ പെട്ടെന്ന് അടഞ്ഞു കിടക്കുന്ന ടൂറിസം സ്ഥാപനങ്ങൾ തുറക്കുക കൂടി വേണം എന്നുള്ളതാണ്. കാരണം ഇവിടെ അതിജീവനം ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിൻ്റെയോ ഒരു ഗ്രാമത്തിൻ്റെയോ മാത്രമല്ല, വയനാട്ടിലെ മനുഷ്യരുടെ മൊത്തം അതിജീവനമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയം കൊണ്ട് പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നതാണ് എൻ്റെ ടേക്ക്. Meet the editors.